Audio Jungle. Hey guys, we are AleeZah. Welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നാടുകാണി ചുരം വഴി ഊട്ടിയിലേക്ക് പോയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഈ യാത്രയിലെ പല കാഴ്ചകളും എനിക്ക് വല്ലാത്തൊരു അനുഭൂതി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആനയുടെ ചിഹ്നം വെച്ചിട്ടുള്ള ബോർഡുകളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. ചുരം ആയതുകൊണ്ടും അതുപോലെ തന്നെ ആനയും മറ്റു മൃഗങ്ങളുമൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ടും നമ്മൾ ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഡ്രൈവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ബൈക്കിൽ പോണവരാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നിർബന്ധമായിട്ടും ഹെൽമെറ്റ് വെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അങ്ങനെ ഞങ്ങൾ വിശാലമായി കിടക്കുന്ന ടീ പ്ലാന്റേഷനൊക്കെ കടന്ന് ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പൈൻ ഫോറസ്റ്റിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നീട് ഇവിടുന്ന് യാത്രയ്ക്ക് തിരിച്ചത്.
അങ്ങനെ ഞങ്ങൾ ഊട്ടിയുടെ ഔട്ട്സ്കേർട്സിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പിന്നീട് യാത്ര തിരിച്ചു. ഈ ഒരു വ്യൂ പോയിന്റിൽ ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ നിർത്തി പോകുന്നതെന്ന്. റംസാൻ മാസമാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ ക്ഷീണം വല്ലാതെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി പോകുന്നത്. ഈ കാണുന്ന മരത്തിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ മറ്റുള്ള ചെടികളുടെ ഇലകളെ അപേക്ഷിച്ച് ഒരു ഇളം നീല കളറാണ് അവയ്ക്കുള്ളത്. ഊട്ടിയിലെ സിറ്റിയിലേക്ക് അടുക്കും തോറും അവിടെയൊക്കെ നല്ല മഴ പെയ്ത് തോർന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര നല്ല സുഖമായിരുന്നു. യാത്രാക്ഷീണം തീരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പൈക്കര ഡാമെല്ലാം കടന്ന് യാത്രയായി. ഊട്ടിയിലെ വീടുകൾ എന്ന് പറഞ്ഞാൽ നല്ല കളർഫുള്ളും ടോട്ടലി അട്രാക്റ്റീവുമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന വീടാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള വിഷ്വൽസ്. ഇവിടുന്ന് ആ ഒരു ടൗൺ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ തന്നെയാണിത്. ഈവനിങ് ടൈം ആയതുകൊണ്ടും നോമ്പ് തുറക്കാനുള്ള സമയമായതുകൊണ്ടും ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന ബൊട്ടാണിക്കൽ ഗാർഡനടുത്തുള്ള ടിബറ്റൻ മാർക്കറ്റ്. ഞങ്ങളും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും നോമ്പ് തുറന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് റൂം ചെക്കൗട്ട് ചെയ്ത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയി. അവിടെയുള്ള വിഷ്വൽസ് ആണ് ഈ കാണുന്നത്.
അങ്ങനെ ഞങ്ങൾ അവിടെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് നേരം വിശ്രമിച്ച് അങ്ങനെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. നോമ്പായത് കൊണ്ട് തന്നെ ഞങ്ങൾ മറ്റു സ്ഥലങ്ങളിലൊന്നും കയറാൻ നിന്നില്ല. പോകും വഴി ചില സ്ഥലങ്ങളിലെല്ലാം നിർത്തി അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.